Curry Powder Little Kitchen powered by Paviram. Happy അല്ലേ എല്ലാരും? ഹാപ്പി ഹാപ്പിയാണ്. എത്ര ഹാപ്പിയാണ്? ഇത്ര ഹാപ്പിയാണോ? ഇത്ര ഹാപ്പിയാണോ? ഇത്ര ഹാപ്പി. ടെൻഷൻ ഉണ്ട്. എന്ത് കുക്കിംഗ് നിങ്ങൾ മുന്നേ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാ ഡിഷസ് വീട്ടിൽ മുമ്പേ ചെയ്തിട്ടുള്ളത്? ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കലുണ്ട്. അപ്പൊ നമുക്കിനി നമ്മുടെ സെഗ്മെന്റ്സിലേക്ക് കടക്കാം. നിങ്ങൾ എന്താ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ചോദിക്കുന്നില്ല. ഈ നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവത്തെ പറ്റിയിട്ട് ആധികാരികമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ടും ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. നമുക്ക് റെനോൾഡ്സ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഷെഫ് അങ്കിളിനെ സ്വാഗതം ചെയ്യാം. അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ച മാത്രമേ അദ്ദേഹം വരുള്ളൂ. റെനോൾഡ്സ് അങ്കിൾ വന്നോളൂ. അങ്കിൾ പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടോ? രാജസ്ഥാനിൽ പോയിക്കാം. രാജസ്ഥാനിൽ പോയിട്ടുണ്ട്. മധ്യപ്രദേശ് പോയിട്ടുണ്ട്. അവിടെയുള്ളൊരു വിഭവമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. 10 മിനിറ്റാണ് നമുക്കുള്ളത്. 10 മിനിറ്റ് ഒരു കൊക്കിന്റെ കരച്ചിൽ കേട്ടു. 10 മിനിറ്റാണുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കി തീർക്കണം. അതായത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 7 മിനിറ്റോ 8 മിനിറ്റോ എടുക്കാനുള്ള കുക്കിങ്ങിന്. ബാക്കി 3 മിനിറ്റ് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഈ പ്ലേറ്റ് നന്നായി ഡെക്കറേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യണം. കിച്ചൺ ഇതേപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം. വർക്ക് കഴിയുമ്പോഴും ഇതേപോലെ ക്ലീൻ ആയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അതിന് മുന്നേ ആയിട്ട് യൂണിഫോം ധരിക്കണ്ടേ? അപ്പൊ ഇന്ന് നിങ്ങൾ എന്താ ഉണ്ടാക്കാൻ പോണേ? ചിക്കൻ കീവ്. ഈ ചിക്കൻ കീവിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ബ്രസ്റ്റ്, പിന്നെ ചീസ്, സോൾട്ട്, എഗ്, പിന്നെ ബ്രെഡ് ക്രംസ്, ബട്ടർ, ഫ്ലോർ, പിന്നെ ഡെക്കറേഷന് വേണ്ടി തക്കാളി, പിന്നെ പാസ്ലി. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ടൈം സ്റ്റാർട്ട് നൗ. ചിക്കൻ എടുത്ത് അതിന്റെ പുറത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും തേച്ചു. പിന്നെ എന്താണ്? പിന്നെ പാസ്ലിയും ബട്ടറും കൂടെ ചേർത്ത്. ഓക്കെ, പാസ്ലിയൊക്കെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. ഇവര് എല്ലാം തേച്ച് കഴിഞ്ഞിട്ട് അതിന്റെ പുറത്തേക്ക് ബട്ടറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. നല്ലൊരു കഷ്ണം ചീസ് എടുത്തിട്ടുണ്ട്. ചീസ് അതിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുവാണ്. ഇതെന്താ പായൊക്കെ ചുരുട്ടി വെച്ചിരിക്കുന്ന പോലെ ചുരുട്ടി വെച്ച് കഴിഞ്ഞു. ദൈവമേ, നമ്മളൊക്കെ ഇത് കഴിച്ചിട്ടില്ലാത്തോണ്ടേ എന്ത് വേണമെങ്കിലും കാണിച്ചു തരാം. പായോ തലയുടെയോ ബെഡോ എന്തായാലും കുഴപ്പമില്ല. അമേരിക്കൻ അടയായിരിക്കും ചിലപ്പോൾ ഈ ചിക്കൻ കീവ്സ് എന്ന് പറയുന്നത്. മുട്ട ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ആ മുട്ടയിലും മുക്കുന്നുണ്ട്. കോൺഫ്ലവറിൽ നന്നായിട്ട് അത് പെരട്ടി പൊതിഞ്ഞെടുക്കുന്നുണ്ട്. വീണ്ടും മുക്കണം. ഓ ശരി, അപ്പം ഒരു ലെയർ മുട്ട മുക്കി, ഒരു ലെയർ കോൺഫ്ലവർ മുക്കി. പിന്നെ ഇവർ ചെയ്തത് വീണ്ടും മുട്ടയിൽ മുക്കി, വീണ്ടും കോൺഫ്ലവർ മുക്കി. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുക. എല്ലാം നന്നായിട്ട് ബ്രെഡ് ക്രംസിലൊക്കെ പൊതിഞ്ഞ് നമ്മുടെ ഈ ചിക്കൻ കീവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ചിക്കൻ കീവ് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിനി ഇത് എണ്ണയിലേക്ക് അതാണോ ഇടുന്നത് പാസ്ലിയാണോ ഇടുന്നത് നമുക്കറിയത്തില്ല. അത്രത്തോളം എത്തിയിട്ടില്ല. അവർ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞു.
നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന റെസിപ്പീസുമായിട്ടാണ് ഇവർ വരുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഇത്രയൊക്കെ അറിയാമോ എന്ന് നമുക്ക് എപ്പോഴും സംശയമാണ്. പക്ഷേ നമുക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഇവർക്ക് അറിയാം. ഇവർ നന്നായിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഹലോ, എന്തുവാ കുട്ടി ഷെഫ്? ഒരു പാട്ട് പാടിക്കേ കുട്ടി ഷെഫ്. അറിഞ്ഞില്ല. എനിക്ക് പാട്ടിലൊന്നും വലിയ താല്പര്യമില്ല. അവള് നല്ല മിടുക്കിയായിട്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. സമയം കഴിയാറായി. ക്ലീനിങ്, ഗാർണിഷിങ് എല്ലാം വേഗം വേഗം. എന്തുവാ കഴിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം? ന്യൂഡിൽസ്. ഈ പല്ലൊക്കെ ആരാ കൊണ്ടുപോയത്? അച്ഛൻ. അച്ഛന് പല്ലാണോ തിന്നാൻ ഇഷ്ടം? അല്ല. പിന്നെ ആദ്യം എടുത്ത് കളഞ്ഞ അത്രേ ഉള്ളൂ അല്ലേ? അപ്പോ ഇവരുടെ സമയം കഴിയാൻ പോവുകയാണ്. ദേ അവിടെ എല്ലാം പെട്ടെന്ന് തന്നെ അടുക്കളയൊക്കെ രണ്ടുപേരും ക്ലീൻ ചെയ്തിട്ടുണ്ട്. പതാമ്പറയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഗാർണിഷിങ്ങിന്റെ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊണ്ടുവരും. ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. കളറൊക്കെ എങ്ങനെയുണ്ട്? കളറ് കുഴപ്പമില്ല, രണ്ടും നന്നായിട്ടുണ്ട്. കളർ രണ്ടും നന്നായിട്ടുണ്ട്. ഇവരുടെ ചീസ് കുറച്ച് പൊട്ടി ഉള്ളുന്ന പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി അങ്ങനെ വരാമോ? വരാൻ പാടില്ല. ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ പുറത്തേക്ക് വരാമൂ. ഓ ശരി ശരി. ഉള്ളിൽ എന്താണ് എന്ന് അറിയാൻ പാടില്ല അല്ലേ? ഉള്ളിൽ പറയണമെങ്കിൽ മുറിച്ചു നോക്കണം. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അടിപൊളി, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ. ചീസ് പൊട്ടി പുറത്തേക്ക് പോകുന്നു എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും നൈസ്ലി നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മെൽറ്റേറ്റ് അകത്ത് തന്നെ ഉണ്ട്. ഓക്കെ. നമുക്ക് ഇവർ ഇതുണ്ടാക്കിയവരെ കൊണ്ട് ഇത് കഴിപ്പിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. മുകളിൽ നിന്ന് കഴിച്ചു വയ്ക്കും. എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണം. അപ്പൊ മാർക്ക് അവർക്ക് പ്രശ്നമല്ല. അതൊക്കെ ഇത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് രണ്ടുപേരും നല്ലതാണെന്ന് പറയും. എന്താണ്? സൂപ്പറാണ്. സൂപ്പറാണ്. നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ ആർക്ക് സമ്മാനം കൊടുക്കും? നമ്മള് ഓർക്കാണ് സമ്മാനം കൊടുക്കേണ്ടത്. കാര്യം രണ്ടും നല്ലതായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈസ്റ്റേൺ കറി പൗഡർ ലിറ്റിൽ കിച്ചൺ പവർഡ് ബൈ പവിഴത്തിന്റെ എപ്പിസോഡ്സിന്റെ ചരിത്രത്തിൽ ആദ്യമായി ടീം എയും ടീം ബിയും തുല്യ മാർക്കുമായിട്ട് തുല്യ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. എനിക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല, കാരണം രണ്ടും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് എന്താണ് ഈസി കുക്കിംഗിലൂടെ അവതരിപ്പിക്കാൻ പോകുന്നത്? ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. യോഗട്ട്, മ്യൂസിലി ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്തുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? മ്യൂസിലി ഉണ്ട്, ബദാം ഉണ്ട്, കാഷ്യൂനട്ട് ഉണ്ട്, ഡ്രൈ ഗ്രേപ്സ് ഉണ്ട്, പീനട്ട് ഉണ്ട്, ഡേറ്റ്സ് ഉണ്ട്, ഡ്രൈ കിവി ഉണ്ട്, ഡ്രൈ ഫിഗ് ഉണ്ട്. അപ്പൊ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. പ്ലസ് യോഗട്ട്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ റെഡിമെയ്ഡ് ഉള്ള ഒരു സാധനമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രിങ്ക് ഇതൊരു ഹെൽത്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ രാവിലെ തിരക്കിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി സാമ്പാർ ചട്നി ഒന്നും ഇരുന്ന് കഴിക്കാനുള്ള നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊരു ഗ്ലാസ് ഇത് കഴിച്ചിട്ട് ടക്ക് ചെയ്യുന്ന പോവാം. ഒരു ഫാസ്റ്റ് ഫുഡാണ്. ഓക്കെ. ഒരു ഹെൽത്ത് ഡ്രിങ്കും കൂടെയാണ്. ഈ ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഈ ഫിഗിനെ ഒന്ന് കട്ട് ചെയ്യാണ്. ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ. കിവി അരിഞ്ഞു, ഫിഗ് അരിഞ്ഞു, ഡേറ്റ്സ് അരിഞ്ഞു വെച്ചു. കുറച്ച് മ്യൂസിലി ഇട്ട് കൊടുത്തു. മ്യൂസിലി ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അടിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? സ്ട്രോബെറി ഫ്ലേവേർഡ് യോഗട്ട്.
ഓക്കെ, ഒഴിച്ചു കഴിഞ്ഞു. ഇനി സ്ട്രോബെറി ഒഴിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് മ്യൂസ്ലി ഇടുക ഒരു ഗ്ലാസ്സിലേക്ക്. അതിൻ്റെ പുറത്തേക്ക് സ്ട്രോബെറി യോഗേർട്ട് ഒഴിക്കുക. അതിന് പുറത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇടുക. അതിന് പുറത്ത് കുറച്ചും കൂടി സ്ട്രോബെറി ഒഴിച്ച് ഗാർണിഷ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കഴിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് നമ്മൾ കഴിക്കണം. അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.